it's me Shivagami Joy. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടൈപ്സ് ഓഫ് സ്റ്റോക്സിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സ്ട്രക്ചർ ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കാം. ഇതാണ് ഒരു സ്ട്രക്ചർ ഓഫ് ക്യാൻഡിൽ. ഒരു സ്മോൾ ബോഡി ഉണ്ടാവും. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. OHLC, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. ഓപ്പൺ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ പ്രൈസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു പോയിന്റിനെ നമ്മൾ ഓപ്പൺ എന്ന് പറയുന്നു. ആ പ്രൈസ് എത്രത്തോളം മുകളിലേക്ക് പോയിട്ടുണ്ടോ ആ ഒരു പോയിന്റിനെ നമ്മൾ ഹൈ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ പ്രൈസ് എത്രത്തോളം താഴോട്ട് വന്നിട്ടുണ്ടോ ആ ഒരു പോയിന്റിനെ നമ്മൾ ലോ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ എവിടെയാണോ ആ പ്രൈസ് എൻഡ് ചെയ്യുന്നത് അവിടെ നമ്മൾ ക്ലോസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഒരു സ്ട്രക്ചർ ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക്. അതുപോലെ തന്നെ ക്യാൻഡിലിൻ്റെ മുകളിലെ ഭാഗത്തെ നമ്മൾ അപ്പർ വിക്ക് എന്ന് പറയുന്നു. അതുപോലെ തന്നെ താഴെ ഒരു നാരോ ലൈൻ ഉണ്ട്, അതിന് നമ്മൾ ലോവർ വിക്ക് എന്ന് പറയുന്നു. ഈ വിക്കിനെ നമുക്ക് ഷാഡോ ടെയിൽ എന്നൊക്കെ പറയാവുന്നതാണ്. അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് ഉള്ളത്. ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്കും ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്കും. ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് ഗ്രീൻ കളറിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് ഒരു റെഡ് കളറിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്കിലെ ഓപ്പണിംഗ് വരുന്നത് താഴെയായിട്ടായിരിക്കും. അത് ഒരു ലോ പ്രൈസിൽ ഓപ്പൺ ചെയ്ത് ഹൈ പ്രൈസിലായിരിക്കും എൻഡ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെയറിഷ് ക്യാൻഡിലെ ഓപ്പണിംഗ് മുകളിലായിരിക്കും വരുന്നത്. ഒരു ഹൈ പ്രൈസിൽ ഓപ്പൺ ചെയ്ത് ഒരു ലോ പ്രൈസിൽ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ മുകളിൽ വരുന്നതും ക്ലോസിങ് താഴെ വരുന്നതും നമ്മൾ ബെയറിഷ് ക്യാൻഡിൽ, ദ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ താഴെ വന്നിട്ട് ഒരു ലോ പ്രൈസിൽ ഓപ്പൺ ചെയ്യുന്നു, ഹൈ പ്രൈസിൽ ക്ലോസ് ചെയ്യുന്നതിനെ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നു. ഇനി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ പറ്റി നോക്കാം. സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതൊരു 5 ടൈപ്സ് ആണ് ഉള്ളത്. മർബോസോ ക്യാൻഡിൽ, ഡോജി ക്യാൻഡിൽ, സ്പിന്നിംഗ് ടോപ്പ് ക്യാൻഡിൽസ്, പേപ്പർ അംബ്രല്ല, ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽസ്. അങ്ങനെ 5 എണ്ണമാണ് സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് മർബോസോ ക്യാൻഡിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു മർബോസോ ക്യാൻഡിലിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, ഇവിടെ ഒരു ബോഡി മാത്രമേ ഉള്ളൂ, അപ്പർ വിക്കും ലോ വിക്കും ഇല്ല. അപ്പോൾ ഗ്രീൻ കളർ ആണെങ്കിൽ അതൊരു ബുള്ളിഷ് മർബോസോ ആണ്. ബുള്ളിഷ് മർബോസോയിൽ ലോ പ്രൈസിൽ ഓപ്പൺ ചെയ്ത് ഒരു ഹൈ പ്രൈസിൽ ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബെയറിഷ് മർബോസോ ആണെങ്കിൽ ഒരു റെഡ് കളർ ക്യാൻഡിൽ ആണെങ്കിൽ അവിടെ ഓപ്പണിംഗ് വരുന്നത് മുകളിലാണ്. അവിടെ ഒരു ഹൈ പ്രൈസിൽ ഓപ്പൺ ചെയ്ത് ഒരു ലോ പ്രൈസിൽ ക്ലോസ് ചെയ്യുന്നു. അതാണ് ബുള്ളിഷ് മർബോസോ. ഇനി നമുക്ക് ഡോജി ക്യാൻഡിൽസിനെ പറ്റി നോക്കാം. ഡോജി ക്യാൻഡിലിൻ്റെ ഒരു സ്ട്രക്ചർ ഇതാണ്. 4 ടൈപ്പ് ഓഫ് ഡോജീസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു നോർമൽ ഡോജി ക്യാൻഡിലിനെ പറ്റി നോക്കാം. ഒരു പ്ലസ് സൈൻ ആണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, ഇവിടെ ഒരു ബോഡി ഇല്ല, അപ്പർ വിക്കും ലോ വിക്കും മാത്രമേ ഉള്ളൂ. എവിടെയാണോ പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് അവിടെ തന്നെ ഈ മുകളിലേക്കും താഴേക്കും ഒക്കെ വേരിയേഷൻ പോയിട്ട് ക്ലോസ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന അതേ ഒരു പ്ലേസിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഡോജി ക്യാൻഡിലാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന ആ ഡോജി ക്യാൻഡിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രാഗൺ ഫ്ലൈ ഡോജി വരുന്നുണ്ട്. ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയുന്നത് ഒരു T ഷേപ്പിലായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ കാണാൻ സാധിക്കുന്നത്. അപ്പർ വിക്ക് കാണാൻ സാധിക്കില്ല, ലോവർ വിക്ക് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ഒരു ബുള്ളിഷ് റിവേഴ്സലിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തത് ഗ്രേവ് സ്റ്റോൺ ഡോജി. ഗ്രേവ് സ്റ്റോൺ ഡോജി ഒരു ഇൻവേർട്ടഡ് T ഷേപ്പിലാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പർ വിക്ക് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ, ലോ വിക്ക് കാണാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു ബെയറിഷ് റിവേഴ്സലിനാണ് സാധ്യതയുള്ളത്. അവസാനമായിട്ടും ലോങ് ലെഗ്ഡ് ഡോജി. ഇത് നോർമൽ ഡോജി പോലെ തന്നെയാണ്. അതിൻ്റെ അപ്പർ വിക്കും ലോ വിക്കിനും കുറച്ച് നീളം കൂടുതലുണ്ട് എന്നുള്ളൊരു ഇത് മാത്രമേ നമുക്ക് നോർമൽ ഡോജിയിൽ നിന്ന് ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ ആണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് ഒരു ലോ പ്രൈസിലായിരിക്കും. ഒരു കുറച്ച് വേരിയേഷനിൽ അതൊരു ഹൈ പ്രൈസിൽ ക്ലോസും ചെയ്യും. അപ്പോൾ ഒരു സ്മോൾ ബോഡി ഉണ്ടാവും. അപ്പർ വിക്കും ലോവർ വിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിലിൽ ബുള്ളിഷ് റിവേഴ്സലിനാണ് സാധ്യത. അതുപോലെ തന്നെ ബെയറിഷ് സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിലാണെങ്കിൽ ഒരു ബെയറിഷ് റിവേഴ്സലിനാണ് സാധ്യത. അപ്പോൾ ബെയറിഷ് സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിലാണെങ്കിൽ ഹൈ പ്രൈസിൽ ഓപ്പൺ ചെയ്ത് ഒരു ലോ പ്രൈസിലായിരിക്കും അത് ക്ലോസ് ചെയ്യുന്നത്. ഒരു സ്മോൾ ബോഡിയിലായിരിക്കും അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് പേപ്പർ അംബ്രല്ല എന്താണെന്ന് നോക്കാം. പേപ്പർ അംബ്രല്ലയിൽ തന്നെ ഹാമർ ആൻഡ് ഹാങ്ങിങ് മാൻ, അങ്ങനെ 2 എണ്ണമാണ് ഉള്ളത്.
ഹാമർ എന്താന്ന് നോക്കാം. ഹാമർ ഒരു റെഡ് കളർ ക്യാൻഡിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാമർ എന്താണെന്ന് അറിയാലോ. ആ ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ലോവർ വിക്ക് കാണും, ഒരു സ്മോൾ ബോഡി കാണും, ഒരു ബുള്ളിഷ്നെസ് ആണ് ഈ ഒരു ഹാമറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കുന്നത്. ഹാമറിൽ ഇപ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡിൽ ഹാമർ ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബുള്ളിഷ് റിവേഴ്സലിനാണ് സാധ്യത. ഇനി ഹാങ്ങിങ് മാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പിക്ചറാണ് ഹാങ്ങിങ് മാനിൽ. അത് റെഡ് കളറായിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഹൈ പ്രൈസിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു ലോ പ്രൈസ്, ഒരു സ്മോൾ വേരിയേഷനിൽ ഒരു ലോ പ്രൈസിലായിരിക്കും അത് ക്ലോസ് ചെയ്യുന്നത്. ആ ഒരു ബോഡി ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ഒരു ഹാങ്ങിങ് മാൻ ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബെയറിഷ് റിവേഴ്സലിനാണ് സാധ്യത. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഒരു ബുള്ളിഷ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ബെയറിഷ് റിവേഴ്സൽ എന്ന്. ബുള്ളിഷ് റിവേഴ്സൽ എന്ന ഒരു ഡൗൺ ട്രെൻഡിൽ നിന്നും അപ്പ് ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ബുള്ളിഷ് റിവേഴ്സൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പ് ട്രെൻഡിൽ നിന്നും ഡൗൺ ട്രെൻഡിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ബെയറിഷ് റിവേഴ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലിനെ പറ്റി നോക്കാം. ഇതാണ് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്. ഒരു അപ്പർ വിക്ക് കാണും, ഒരു സ്മോൾ ബോഡി കാണും. ബുള്ളി ഷൂട്ടിംഗ് സ്റ്റാർ ആണെങ്കിൽ ഒരു ലോ പ്രൈസിൽ ഓപ്പൺ ചെയ്ത് ഒരു ഹൈ പ്രൈസിലായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. ഒരു ബെയറിഷ് ട്രെൻഡിലാണ് ബുള്ളി ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്യുന്നതെങ്കിൽ അതിനൊരു ബുള്ളിഷ് റിവേഴ്സലിന് ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബെയറിഷ് ഷൂട്ടിംഗ് സ്റ്റാറിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ബെയറിംഗ് ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബെയറിഷ് റിവേഴ്സലിനാണ് സാധ്യതയുള്ളത്. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിലും ബെയറിഷ് എന്ന് പറയുമ്പോൾ ഒരു റെഡ് ക്യാൻഡിലുമായിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സിംഗിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിനെ പറ്റിയാണ് പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ നമുക്ക് മൾട്ടിപ്പിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിനെ പറ്റി പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യൂ.